നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. അഹല്യ ഹോസ്പിറ്റൽ ജീവിതരേഖയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഞാൻ രമേഷ് പയ്യുന്നു. ഇന്ന് ജീവിതരേഖയിൽ സാമ്പത്തിക ആസൂത്രണവും നിക്ഷേപ മാർഗ്ഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ബർജയിൽ ജിയോജി സെക്യൂരിറ്റീസിന്റെ ഡയറക്ടറും പ്രവാസി ബന്ധു വെൽഫെയർ ട്രസ്റ്റിന്റെ ചെയർമാനുമായ ശ്രീ കെ വി ഷംസുദ്ദീനാണ്. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഷംസുദ്ദീൻ. മാർക്കറ്റ് വളരെ ഉയരത്തിലാണ്. നിഫ്റ്റി 29 പോയിന്റ് ഉയർന്നു, 9314 ഇപ്പോഴത്തെ ഇൻഡെക്സ്. യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സൈനാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പമ്പ് ചെയ്യുകയാണ് പണം. അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് കിട്ടിയിട്ടുള്ള റിട്ടേൺ എന്ന് നോക്കുമ്പോൾ ഒരു 14% റിട്ടേൺ കഴിഞ്ഞ ഈ കാലഘട്ടത്തിൽ കിട്ടിയിട്ടുണ്ട്. അവർക്ക് രണ്ട് തരത്തിൽ ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ഇന്ത്യൻ റുപ്പി സ്ട്രെങ്തനായി 5.96% ഗ്രോത്ത് ഉണ്ടായല്ലോ അവരെ സംബന്ധിച്ച്. അങ്ങനെ വരുമ്പോൾ അവർക്ക് കിട്ടുന്ന റിട്ടേൺ, ഇന്ത്യയിൽ കിട്ടുന്ന പ്രോഫിറ്റ് കൂടുതലായിട്ട് അവർക്ക് കിട്ടുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് കൂടുതൽ നിക്ഷേപത്തിന് സാധ്യതയുണ്ട്. ഇപ്പോഴും തന്നെ ഇപ്പോൾ മാർച്ച് മാസത്തിൽ 56,261 കോടി റുപ്പിയാണ് ഇറങ്ങിയിട്ടുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന്. ഇത് ഇങ്ങനെ പോവുകയാണെങ്കിൽ വളരെ നല്ല അവസരമാണ് ഇന്ത്യൻ റുപ്പിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. ഇനിയും കൂടുതൽ സ്ട്രെങ്തൻ ആവുകയേ ചെയ്യുള്ളൂ. അതിനു പുറമെ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിന് പുറമെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ളത് വരുമ്പോൾ കൂടുതൽ ഫോറിൻ കറൻസി ഇന്ത്യയിലേക്ക് ഒഴുകുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇന്ത്യൻ റുപ്പി കൂടുതൽ ശക്തിപ്പെടാനാണ് സാധ്യത. പലരും ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട്, താഴ്ത്തു വരുമോ, നാട്ടിലേക്ക് പൈസ അയക്കണം, അതിന് അവസരം വീണ്ടും ഉണ്ടാകുമോ? പക്ഷെ അവസരം, അതായത് ഇന്ത്യൻ റുപ്പി വീക്കാനുള്ള അവസരം വളരെ കുറവും ശക്തിപ്പെടാനുള്ള അവസരം വളരെ കൂടുതലുമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനോടൊപ്പം മറ്റൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം ഉണ്ടായിട്ടുള്ളത്, മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രഡിക്ഷൻ അനുസരിച്ച് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടത്തിലുള്ള മഴ ഈ വർഷം വളരെ നോർമലായിരിക്കും എന്നുള്ള റിപ്പോർട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ വരികയാണെങ്കിൽ പല കമ്പനികൾക്കും ഒരു സുവർണാവസരമായിരിക്കും. അതായത് മൺസൂൺ മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാർഷിക ഇൻകം വർദ്ധിക്കുകയും അത് കൺസംഷൻ കൂട്ടാനുള്ള സഹായം ആയിത്തീരുകയും ചെയ്യും. ഉദാഹരണമായിട്ട് ഹിന്ദുസ്ഥാൻ ലിവർ, ബജാജ് കോർപ്പറേഷൻ, ഡാബർ, എം ഫിനാൻഷ്യൽ, ഭാരത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇങ്ങനെയുള്ള കമ്പനികൾ, എന്നതുപോലെ തന്നെ ഓട്ടോ സെക്ടറിൽ മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര, ഹീറോ മോട്ടോർ കോർപ്പറേഷൻ, മാരുതി സുസുക്കി, ഇങ്ങനെയുള്ള കമ്പനികൾക്ക് വളരെ നല്ലൊരു അവസരമായിരിക്കും നല്ല മൺസൂൺ ഉണ്ടായിക്കഴിഞ്ഞാൽ. അതിനും പുറമെ ഇപ്പം നമുക്ക് കാണും, നമ്മൾ നിരന്തരം പറഞ്ഞിരുന്നു ബാങ്കിങ് ഷെയർസിന് വളരെ സാധ്യതയുണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നതാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച കുതിച്ചു കയറ്റണം നമുക്ക് കാണാൻ സാധിച്ചത് ബാങ്കിങ് ഷെയറൊക്കെ. ഇപ്പോഴും നിക്ഷേപകരെ സംബന്ധിച്ച് അവസരമാണുള്ളത്. കറക്ഷൻസ് ഉണ്ടാവും. ആ കറക്ഷൻസ് ഉപയോഗപ്പെടുത്തിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു 15 വർഷത്തെ ഇന്ത്യയിലുണ്ടാകുന്ന മാറ്റത്തെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ ഇനി അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാണ്ട് തൊട്ട 6 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ ഉണ്ടാകുന്ന നേട്ടത്തെപ്പറ്റി ചിന്തിക്കാതെ സുദീർഘകാലത്തേക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് പോലെ ഒരു സുവർണാവസരം നൽകുന്ന മറ്റൊരു മാർക്കറ്റ് ഇന്ന് വേൾഡിലില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം വിദേശ നിക്ഷേപകർ ഇത്രമാത്രം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇത്രയധികം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യക്കാരായ നമുക്ക് അതിൽ കൂടുതൽ വിശ്വാസം അർപ്പിക്കേണ്ടതാണ്. അത് ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ കണ്ടു തുടങ്ങിക്കഴിഞ്ഞു. ഇന്ത്യയിലെ നിക്ഷേപകരുടെ, സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപകരുടെ എണ്ണം കുതിച്ചു വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ NRIസിന് ഇപ്പോഴും അനുപാതികമായിട്ടുള്ള മാറ്റം NRIസിൽ കണ്ടു തുടങ്ങിയിട്ടില്ല. NRIസിൻ്റെ ഒരു ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം അധികം പോയിരുന്നത് നമുക്കറിയാലോ, പ്രോപ്പർട്ടി, ഗോൾഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും താരതമ്യപ്പെടുത്തി
പറയാറുണ്ട്. അഹല്യ ഹോസ്പിറ്റൽ ജീവിതരേഖ തുടരുന്നു. സാമ്പത്തിക ആസൂത്രണവും നിക്ഷേപ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ബർജയിൽ ജിയോജി സെക്യൂരിറ്റീസിന്റെ ഡയറക്ടർ ശ്രീ കെ വി ഷംസുദ്ദീൻ. നമ്മൾ പറഞ്ഞു വന്നത് വ്യത്യസ്ത നിക്ഷേപ മേഖലകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 1979 ഇൻഡെക്സ് തുടങ്ങിയ കാലം മുതൽ ഇപ്പോഴങ്ങ് നോക്കിക്കഴിഞ്ഞാൽ 300 ഇരട്ടിയിൽ കൂടുതൽ ആയ അനുഭവം നമ്മൾ മുമ്പിൽ കാണുകയാണ്. അതേസമയത്ത് അതേ കാലഘട്ടത്തിൽ ബോംബെയിലെ ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 76 ടൈംസേ ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ അന്ന് 10 ഗ്രാം ഗോൾഡ് മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വില വെച്ച് നോക്കുമ്പോൾ അത് 33 ടൈംസേ ആയിട്ടുള്ളൂ. ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നത്തെ റേറ്റ് വെച്ചിട്ടും അത് വിവിധ സന്ദർഭങ്ങളിലുണ്ടായിട്ടുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് റേറ്റുകൾ വെച്ച് നോക്കിയെങ്കിൽ അന്ന് 1000 ഉറുപ്പിക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 40,000 ഉറുപ്പിക ആയി എന്ന് പറയുമ്പോൾ 40 ഇരട്ടിയേ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്രയും പ്രതിബന്ധങ്ങളെ തരണം ചെയ്തതിന് ശേഷവും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത്രയധികം വളർച്ച ഉണ്ടായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു കാലഘട്ടത്തിൽ 79 ശേഷം എത്രമാത്രം പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടു. പല സ്കാമുകളുണ്ടായി, അതുപോലെ തന്നെ അന്തർദേശീയ തലത്തിൽ പ്രശ്നങ്ങളുണ്ടായി, രാഷ്ട്രീയ തലത്തിൽ ഇന്ത്യക്കകത്ത് തന്നെ പ്രശ്നങ്ങളുണ്ടായി. 2-3 ശക്തിയായിട്ടുള്ള വരൾച്ചയും ശക്തിയായിട്ടുള്ള വെള്ളപ്പൊക്കവും നമ്മൾ അനുഭവിച്ചു. ബോംബെ സിറ്റിയിൽ തന്നെ അതിശക്തിയായിട്ടുള്ള വെള്ളപ്പൊക്കം, സുനാമി ചില പ്രദേശങ്ങളിൽ, ഇതെല്ലാം ഉണ്ടായിട്ട് പോലും, അതുപോലെ കലാപങ്ങളുണ്ടായി, വാറുകളുണ്ടായി, ഇതെല്ലാം ഉണ്ടായിട്ട് പോലും മാർക്കറ്റ് ഈ നിലയ്ക്ക് എത്താൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഭാവി സുരക്ഷിതമാണെന്നും അതിനോടൊപ്പം തന്നെ ഗവൺമെൻറ്റിന് പരിപൂർണമായ നിയന്ത്രണം അവർ ഉദ്ദേശിക്കുന്ന സാമ്പത്തിക നയങ്ങൾ നടപ്പാക്കാനുള്ള ശക്തിയുണ്ട് എന്ന് തെളിയിക്കപ്പെട്ട ഈ സാഹചര്യത്തിൽ ഇനി അങ്ങോട്ട് ഇന്ത്യയുടെ എക്കോണമി വളരെ ശക്തിയായിട്ട് വർദ്ധിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇന്ത്യക്കാരായിട്ടുള്ള നമ്മൾ ഇന്ത്യയിൽ വിശ്വാസം അർപ്പിക്കുക എന്നുള്ളത് എല്ലാ കാലത്തും ഇന്ത്യയിൽ വിശ്വസിച്ചവർക്ക് നേട്ടമേ നൽകിയിട്ടുള്ളൂ. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത് 1976 ആ കാലം മുതൽ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനോടൊപ്പം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പം അതേ കാര്യങ്ങൾ ആയിരങ്ങൾ ആ സമയത്ത് എന്നോടൊപ്പം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇൻവെസ്റ്റ് ചെയ്തവർക്കൊക്കെ പറയുകയാണെങ്കിൽ നേട്ടങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ആ അനുഭവം, ഇത്രയും കാലത്തെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, ഒരു 41 വർഷത്തെ അനുഭവം വെച്ച് പറയുമെങ്കിൽ ഏറ്റവും സംഘർഷഭരിതമായിട്ടൊരു കാലഘട്ടമായിരുന്നു നമ്മൾ കഴിഞ്ഞു പോയത്. എന്നിട്ട് പോലും അത്രമാത്രം നേട്ടങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് വളരെ അനുകൂലമായ കാലാവസ്ഥയും അനുകൂലമായ സാഹചര്യവും ഉള്ളതുകൊണ്ട് ഇന്ത്യയുടെ വളർച്ചയിൽ പങ്കാളിയാവണമെങ്കിൽ ഓരോ ഇന്ത്യക്കാരനും ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ. ഒരു ശരാശരി ഗൾഫ് മലയാളിയെ സംബന്ധിച്ച് അവൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ സാമ്പത്തികമായിട്ടുള്ള കൃത്യമായിട്ടൊരു ആസൂത്രണം ഇല്ല എന്നുള്ളതാണ്. അവന് കിട്ടുന്ന വരുമാനം തന്നെ എങ്ങനെ ചെലവഴിക്കണമെന്നോ ഏത് രീതിയിൽ ചെലവഴിക്കണം, പക്ഷേ അതിൽ ഒരു നിശ്ചിത ശതമാനം കുടുംബത്തിന് വേണ്ടി മാത്രം ചെലവഴിക്കുന്ന ആൾക്കാരാണ്, നാട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്ന ആൾക്കാരാണ്. പക്ഷേ മിച്ചം പിടിക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ടായിട്ടും എങ്ങനെ ഇത് ആസൂത്രിതമായി നടപ്പാക്കാമെന്നുള്ള ധാരണയില്ലാത്ത ആൾക്കാരാണ് കൂടുതൽ. രമേശ് ജി, ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു ചാനലിൽ കൂടെ തന്നെ ഇത്രയും കാലമായി നമ്മൾ ഈ സന്ദേശം കൊടുക്കുന്നു. മാറ്റങ്ങളുണ്ട്, വളരെയധികം മാറ്റങ്ങളുണ്ട്. പക്ഷെ അതേസമയം ഓരോ ക്ലാസ്സുകളും, ഓരോ വെള്ളിയാഴ്ചയും ക്ലാസ്സുകൾ നടന്ന് തിരിച്ച് വീട്ടിലെത്തിയാൽ അതിയായ ദുഃഖം തോന്നാറുണ്ട് എനിക്ക്. കാരണം എല്ലാവരും പറയുന്നു ഞങ്ങൾ ഗൾഫിൽ വന്നതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ജീവിത നിലവാരം ഉയർത്താൻ സാധിച്ചു എന്ന് അവകാശപ്പെടുന്നു. ആ അവകാശപ്പെട്ടവരുടെ വീണ്ടും ചോദിച്ചു, അഥവാ നിങ്ങൾ നാട്ടിലേക്ക് പോകേണ്ടതായി വന്നാൽ ഇന്നത്തെ ആ ജീവിത നിലവാരം തുടരുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പോലും 4 പേരാണ് കൈ ഉയർത്തി പറഞ്ഞത് അബുദാബി മലയാളി സമാജത്തിലെ പ്രോഗ്രാമിൽ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് നമ്മൾ ആലോചിക്കുക. നമ്മളെല്ലാം നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ്. തിരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ജീവിതം വേണം. പ്രവാസി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ ജീവിക്കുന്ന പ്രവാസികളിൽ, ഗൾഫ് മേഖലയുള്ള പ്രവാസികളിൽ
80% വിവാഹം കഴിച്ചിട്ടുള്ളത് പ്രവാസ ജീവിതം ആരംഭിച്ചതിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ പ്രവാസിയുടെ ഭാര്യ ഒരു ജീവിതം, ഒരു കുടുംബിനി എന്നുള്ള നിലയ്ക്ക് ജീവിതം ആരംഭിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു പ്രത്യേക നിലവാരത്തിലാണെന്നുള്ളത് നമുക്കറിയാം. അത് നമ്മൾ സൃഷ്ടിക്കുന്നതാണ്. നമുക്ക് മക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ മക്കളും ആ നിലവാരത്തിൽ ജീവിക്കുന്നു. അവർക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത കാര്യങ്ങൾ നമ്മളെങ്ങനെ ജീവിക്കുന്നു, നമ്മളെങ്ങനെ ബുദ്ധിമുട്ടുന്നു എന്നുള്ളത് അവരറിയുന്നില്ല, നമ്മൾ അറിയിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതാണ് ശരി. ഓരോ പ്രവാസിയും അത് അറിയിപ്പിക്കേണ്ടതാണ്, അത് ചെയ്യുന്നില്ല. അങ്ങനെ അവർ സന്തോഷത്തോട് ജീവിക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ചു പോയി നമ്മുടെ കയ്യിലില്ല എന്ന് പറയുമ്പോൾ അത് വളരെയധികം സംഘർഷങ്ങൾക്ക് ഇടവരുത്തുന്ന ഒരു സാഹചര്യം എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഓരോ പ്രവാസിയും അവരെ കിട്ടുന്നത് മുഴുവൻ നാട്ടിലേക്ക് അയക്കുന്ന സ്വഭാവം നിർത്തിവെച്ചേ തീരൂ. ഇപ്പോഴും കടക്കണിയിൽ നിന്ന് മോചിതനായിട്ടില്ല ശരാശരി ഗൾഫ് മലയാളി. രമേശ്, അത് വളരെയധികം വിഷമിപ്പിക്കുന്നൊരു വിഷയമാണ്. എല്ലാ പ്രോഗ്രാമിലും ഞാൻ അന്വേഷിക്കാറുണ്ട്. കടം ഇല്ലാത്തവർ എത്രയെന്ന് ചോദിച്ചാൽ വളരെ തുച്ഛം പേരെ കാണുന്നുള്ളൂ. കടമുള്ളവരാണ് ഏറ്റവും കൂടുതൽ. കടം എത്രമാത്രം അപകടമാണ്. കടം നമുക്ക് ആകാം, അത് പക്ഷേ അത് നമുക്ക് താങ്ങാൻ പറ്റുന്ന അവിടെയാണ്. കാരണം നമുക്ക് നമ്മൾ കടം എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വരുമാനം കൊണ്ട് നിഷ്പ്രയാസം അടച്ചു തീർക്കാൻ പറ്റുന്ന ഒരു കടമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. പലപ്പോഴും ഞാൻ ഒരാളോട് പറയേണ്ടി വന്നു, താങ്കൾക്ക് ഈ കടം വീട്ടണമെങ്കിൽ ഒരു ജന്മം കൂടെ ജനിച്ച് ഇവിടെ 40 വർഷം വർക്ക് ചെയ്യണമെന്ന് പറയേണ്ടി വന്നു. അത്രയും വലിയ 9 ലക്ഷം ദർഹം കടം. അദ്ദേഹത്തിൻ്റെ ശമ്പളമാണെങ്കിൽ അതിനായിട്ട് ഒരു മാച്ചിനില്ലാത്ത വരുമാനമാണ് ഉള്ളത്. അല്ല, ഇത് വളരെ കുറഞ്ഞ വരുമാനമുള്ള ആൾക്കാരാണ് പലപ്പോഴും ഇത്തരം കടക്കണിയിലൊക്കെ പെട്ടുപോകുന്നത്. പലപ്പോഴും എനിക്ക് തോന്നുന്നു പലപ്പോഴും ഇവരെ പ്രലോഭിതരാക്കിയിട്ട് ലോൺ എടുപ്പിക്കുന്ന ഒരു വലിയൊരു സംഘം തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതൊരു ഭാഗത്തുണ്ട്. ഒരു ബാങ്കിൽ നിന്നൊരു ലോൺ എടുത്തു കഴിഞ്ഞാൽ ഉടനെ അതേ ബാങ്കിൽ നിന്ന് ക്രെഡിറ്റ് കാർഡ് ഓഫർ വരുന്നു. ഒരു ക്രെഡിറ്റ് കാർഡ് വന്നു കഴിഞ്ഞാൽ രണ്ടാമത് ക്രെഡിറ്റ് കാർഡിന് വേറൊരാൾ വിളിച്ചിട്ട് ഓഫർ ചെയ്യുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് എടുത്ത ലോൺ അടക്കാൻ പറ്റാതെ വരുമ്പോൾ ക്രെഡിറ്റ് കാർഡിൽ നിന്നാണ് പിന്നെ ലോൺ എടുക്കുന്നത്. 40%. പിന്നെ ഈ മനുഷ്യരാരും തന്നെ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് വായിച്ചു നോക്കുക പോലും ചെയ്യില്ല. വായിച്ചു നോക്കുന്നത് മാത്രമല്ല, ഇപ്പോഴും എനിക്കറിയാം ക്രെഡിറ്റ് കാർഡ് 2-3 ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. പക്ഷേ ഈ 2-3 ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് എന്താണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പോലും അറിയില്ല ഇവർക്ക്. അതുമാത്രമല്ല, അതിൽ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് താങ്കൾ പറഞ്ഞല്ലോ, അപ്പോൾ അതിലൊരു മിനിമം എമൗണ്ട് എന്ന് പറയുന്ന ആ മിനിമം എമൗണ്ട് മാത്രം അടച്ചു പോകുന്നു. പിന്നെ അവർക്ക് ഇഷ്ടമുള്ളത് മുഴുവൻ എഴുതി ചേർക്കുകയാണ് ചെയ്യുന്നത്. അത് എന്തൊക്കെ എഴുതി ചേർത്തിട്ടുണ്ട് എന്നുള്ളത് പോലും ശ്രദ്ധിക്കുന്നില്ല. ഹിഡൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ അതൊന്നും മനസ്സിലാക്കുന്നില്ല. എനിക്കറിയുന്ന പല സംഭവങ്ങളുണ്ട് രമേശ്. വെറും 5000 ദർഹം ഇതിൽ നിന്ന് ലോൺ എടുത്തത്, അതായത് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് വന്നത് 30,000 ആയിട്ടുള്ള സംഭവമുണ്ട്. ഇപ്പോൾ മറ്റൊരു സംഭവം, കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചത്, അയാൾ എല്ലാം അടച്ചു തീർത്തു, 4500 അടച്ചു തീർത്തു പോയി. ആളിവിടെ ഉണ്ട്. ഇപ്പോൾ അയാളുടെ നാട്ടിൽ വന്നിരിക്കുന്നു. കംപ്ലീറ്റ് ക്രെഡിറ്റ് കാർഡ് ക്യാൻസൽ ചെയ്തു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷേ ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ ക്ലിയറൻസ് ലെറ്റർ വാങ്ങിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അത് വാങ്ങിച്ചിട്ടില്ല. ഇപ്പോൾ 4500 ദർഹം അടക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ശല്യം ചെയ്യാൻ വേണ്ടി ചെന്നിരിക്കുന്നു. ഓഹോ, അപ്പൊ പിന്നെ ക്ലിയറൻസ് ലെറ്റർ വാങ്ങിച്ചില്ല അല്ലേ? ക്ലിയറൻസ് ലെറ്റർ വാങ്ങിച്ചേ തീരൂ. അത് തന്നില്ലെങ്കിൽ പറയാ ഞങ്ങൾ സെൻട്രൽ ബാങ്കിന് കംപ്ലൈൻറ്റ് ചെയ്യുമെന്ന് പറയാ. കാരണം നമ്മൾ ഇങ്ങോട്ട് ഭീഷണിപ്പെടുത്തുന്നത് പോലെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഭീഷണിപ്പെടുത്തേണ്ടതുണ്ട്. കാരണം നിയമം നമുക്ക് സമ്മതിച്ച് തന്നിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഒരു കാര്യങ്ങൾ തീർത്തു കഴിഞ്ഞാൽ അതിനൊരു ക്ലിയറൻസ് ലെറ്റർ വേണമെന്ന്, അതില്ല. ഇതുകൊണ്ടാണ് ഇപ്പോൾ അയാൾക്ക് വന്നിട്ടുള്ളത്. അവരാ ക്രെഡിറ്റ് കാർഡ് നിലനിർത്തി അതിലെന്തെല്ലാമോ ആഡ് ചെയ്തു, അതിന് പലിശയുടെ മുന്നിൽ പലിശയായി വീണ്ടും 4500 ദർഹത്തിന് നാട്ടിൽ ശല്യം ചെയ്യാൻ ആളുകൾ എത്തുക എന്ന് പറയുമ്പോൾ ഇവിടെ 4 ലക്ഷവും 9 ലക്ഷവും ഉള്ള അനുഭവങ്ങൾ എത്രയോ മുമ്പിലുണ്ടാകുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടാൻ പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയ സഹോദരികളെ, നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. കടം നിർബന്ധാവസ്ഥയിൽ മാത്രം കടം എടുക്കുക. കടം എടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റിന് കിട്ടുന്ന കടമേ നിങ്ങൾ എടുക്കാൻ പാടില്ല. തിരിച്ചടക്കാൻ കഴിയുമോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ ചെയ്യണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്.
അഹല്യ ഹോസ്പിറ്റൽ ജീവിതരേഖ തുടരുന്നു. സാമ്പത്തിക ആസൂത്രണവും നിക്ഷേപ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ബർജയിൽ ജിയോജി സെക്യൂരിറ്റീസിന്റെ ഡയറക്ടർ ശ്രീ KV ഷംസുദ്ദീനാണ്. ശ്രോതാക്കൾക്ക് നേരിട്ട് വിളിച്ച് സംശയങ്ങൾ ചോദിക്കാം. വിളിക്കേണ്ട നമ്പർ 0439141163 0439141163 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ശ്രീ KV ഷംസുദ്ദീൻ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നതാണ്. നമ്മൾ കടക്കണിയെക്കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത്. എനിക്ക് ഇപ്പോൾ ഈ വളരെ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ചെറിയൊരു അനുഭവം പറയാം. ഈ ഇവിടെ ജോലിക്ക് വന്ന 1-2 വർഷമായിട്ടുള്ള 10-25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ്റെ കടം 40,000 ദിർഹംസിന് മേലെയാണ്. ഈ ഇവിടെ വന്ന 2-3 വർഷം കൊണ്ടുള്ള കടമാണ് പറയുന്നത്. പക്ഷെ ജീവിതം ആർഭാടപൂർണമായിട്ടുള്ള ജീവിതം. അത് തന്നെയാണ് ഞാൻ കണ്ടെടുത്തോളം ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത്. ആർഭാട ജീവിതം കൊണ്ടുണ്ടാവുന്നതാണ്. കടം മുഴുവൻ വന്നിട്ടുള്ള ആർഭാട ജീവിതം കൊണ്ടാണ്. ഞാൻ ഈ പറഞ്ഞ 9 ലക്ഷം എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അയാൾക്ക് കമ്പനി വണ്ടി കൊടുത്തിട്ടുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്നിട്ടും ഒരു ഹൈ എൻഡ് കാറ് അദ്ദേഹം ലോൺ എടുത്തിരിക്കുകയാണ്. കാരണം ഒരാവശ്യമില്ല, ജസ്റ്റ് ഷോ. അതാണ് പറഞ്ഞത്. വലിയ അതുപോലെ തന്നെ മുമ്പൊക്കെ ആളുകൾ കഴിയുന്നതും ഒരു നമ്മുടെ സാമ്പത്തിക ശേഷിക്ക് അനുസൃതമായ തരത്തിലുള്ള സ്ഥലത്ത് താമസിക്കുക എന്നുള്ളതൊക്കെ. ചിലപ്പോൾ ഫ്രണ്ട്സ് എല്ലാം വളരെ ഉയർന്ന നിലവാരത്തിലുള്ള സ്ഥലത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ ഞാനും അങ്ങനെ താമസിക്കണം എന്നുള്ള നിലയ്ക്ക് കടമെടുത്തതെല്ലാം ചെയ്യുന്നത്. അനുകരണമാണ് ഏറ്റവും വലിയ പ്രശ്നം, അനുകരണ ഭ്രമം. ഓക്കെ, നമുക്ക് കോൾസ് അറ്റൻഡ് ചെയ്യാം. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ് ജീവിതരേഖ. ഗുഡ് മോർണിംഗ്. പറയൂ. ഈ ICICI ബാങ്ക് എങ്ങനെ, ബാങ്ക് നല്ല ബാങ്കാണോ? ആരാ സംസാരിക്കുന്നത്? ഞാൻ റസാഖ്, അബുദാബിന്ന്. ICICI ബാങ്കിനെ സംബന്ധിച്ച് ഇന്ത്യയിൽ റിസർവ് ബാങ്ക് അംഗീകാരം കൊടുത്തിട്ടുള്ള എല്ലാ ബാങ്കുകളും നല്ല ബാങ്കുകളാണ്. ഒരു ബാങ്കിനെ നമുക്ക് ചെറുതായിട്ടോ വലുതായിട്ടോ അല്ലെങ്കിൽ മെച്ചപ്പെട്ടതായിട്ടോ മോശപ്പെട്ടതായിട്ടോ പറയാൻ സാധിക്കും. പൈസ അടച്ചിട്ട് പൈസ തിരിച്ചു കിട്ടിയില്ല. എന്തുകൊണ്ട്? അടച്ചെന്ന് പറഞ്ഞാൽ എന്തിനാണ്? അതിലൊരു ഡെപ്പോസിറ്റ് ചെയ്തായിരുന്നു. ഡെപ്പോസിറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്താണോ? അതെ. ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്ത് എങ്ങനെ തിരിച്ചു കിട്ടാതിരിക്കുക? നിങ്ങൾ NRE അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്താണോ? പൈസ കിട്ടി, പക്ഷേ 50,000 രൂപ നഷ്ടപ്പെട്ടു എനിക്ക്. അല്ല, എന്തില് ചെയ്തു? എന്തിലാണ്? NREയിലല്ല, ഈ വേറെ ഒരു ഇതില് ചെയ്തായിരുന്നു. അത് ഏതാണ്? എന്തിനാണ്? പേര് പറയൂ, എന്തില് ചെയ്തു? പേരറിയില്ലേ? റസാഖിനെ പിടിയില്ല എന്താണെന്നല്ലേ? പേരോർമ്മയില്ല എന്റെ. അതെ, എത്ര വർഷത്തേക്കുള്ള? ഇവിടെ ഒരു ഒരു ഏജന്റ് കൂടെ വന്നിട്ട് അങ്ങനെ പൈസ കൊടുത്തതായിരുന്നത്. അതെ, അത് എത്ര വർഷം മുമ്പാണ് താങ്കൾ നിക്ഷേപിച്ചത്? ഒരു 4-5 വർഷം മുമ്പാണ്. അതല്ല, താങ്കളോട് അയാൾ പറഞ്ഞത് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനോ പറഞ്ഞത്, 5 വർഷത്തേക്ക് ചെയ്യാനാണോ പറഞ്ഞത്? അത് 3 തവണയായിട്ട് അടക്കാനെന്ന് പറഞ്ഞു. 50,000 വസൂല് കൊടുത്തത്. അതെ. അപ്പോ എന്നിട്ട് എത്ര പ്രാവശ്യം അടച്ചു? 3 തവണ അടച്ചോ? 1.5 ലക്ഷം അടച്ചോ? പിന്നെ അന്ന് ഇത്ര അടക്കണം എന്നൊന്നും പറഞ്ഞൊന്നുമില്ല. പിന്നീട് കുറെ വൈകിട്ടാണ് അടച്ചത്. അങ്ങനെ 50,000 രൂപ, പിന്നെ 1 ലക്ഷം കൂടി അടച്ചാല് നമുക്ക് ഫുള്ളായിട്ട് 1.5 ലക്ഷം രൂപ. ഈ അടച്ചതിന് വല്ല റെസീറ്റ് ഉണ്ടോ താങ്കളുടെ കയ്യിൽ? അതെ, പേപ്പർ ഉണ്ട് എന്റെ അടുത്ത്. അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞിരട്ടെ. ഇത് ഒന്നാമത് ബാങ്ക് ഡെപ്പോസിറ്റ് അല്ല എന്ന് താങ്കൾ മനസ്സിലാക്കുക. താങ്കളെപ്പോലെ തന്നെ എല്ലാവർക്കും വേണ്ടി ഞാൻ പറയുന്നത്, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. ഉറങ്ങിക്കിടക്കുമ്പോൾ വിളിച്ചാലും ഞാൻ എന്തിലാ ചേർന്നതെന്ന് പറയാൻ ആ നിക്ഷേപകന് സാധിക്കണം. മാത്രമല്ല, അന്നൊക്കെ 3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് അടച്ചിരിക്കണം എന്നുള്ള നിബന്ധന ഉണ്ടായിരുന്നു. അതാണ് അയാൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ താങ്കൾ ചേരുമ്പോൾ താങ്കൾക്ക് അത് അടച്ചു തീർക്കാൻ പറ്റുമോ എന്ന് താങ്കൾ തന്നെ ഉറപ്പ് വരുത്തിയിട്ടേ ചേരാൻ പാടുള്ളൂ. അതൊന്ന്. രണ്ടാമത്, അങ്ങനെ ചേരുന്നത് 3 വർഷത്തേക്കുള്ളതല്ല. അത് എത്രയോ 10 വർഷത്തേക്കോ 15 വർഷത്തേക്കോ ഉള്ള പദ്ധതിയാണ്. മിനിമം അന്ന് 3 വർഷം ചേർന്നിരിക്കണം എന്നായിരുന്നു നിയമം. അപ്പോൾ താങ്കൾ അത് എടുക്കാൻ പാടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ താങ്കൾ 3 ഗഡുവും അടയ്ക്കേണ്ടിയിരുന്നു. രണ്ടാമത്, അത് എത്ര കാലത്തേക്കാണോ അത്ര കാലം വെച്ചിരുന്ന് അതിന് ശേഷമേ തിരിച്ചെടുക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ താങ്കൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ താങ്കൾക്ക് വളരെ വളരെ വലിയ നേട്ടം ഉണ്ടാകുമായിരുന്നു. കാരണം താങ്കൾ ചെയ്തിട്ടുണ്ടാവുക ഒരു 4-5 വർഷം മുമ്പാണ്. അത് അത്രയും കാലം കാത്തിരുന്ന് തിരിച്ചെടുക്കുകയായിരുന്നെങ്കിൽ വളരെയധികം നേട്ടം താങ്കൾക്ക് കൊയ്യാമായിരുന്നു. പക്ഷെ അത് ചെയ്തിട്ടില്ല. ഇനിയെങ്കിലും താങ്കളും അതുപോലെ കണ്ണടച്ച് ചെയ്യുന്നവരും ശ്രദ്ധിക്കുക.
ഈ ബ്രീഫ് കേസും പിടിച്ച് നാട്ടിൽ നിന്ന് വന്നിട്ട് ആന കുതിര എന്ന് പറഞ്ഞ് ചേർത്തുന്ന ഇതിലൊന്നും പോയി പെടാതിരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ ഓഫീസ് 4 സ്ഥലത്തുണ്ട് UAE. ഈ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഓഫീസ് എല്ലാ കാലവും നിലനിൽക്കും. കാരണം അത് ലോക്കലിൻ്റെ നിക്ഷേപമുള്ള ഒരു ഓഫീസാണ്. ഇവിടുത്തെ എസ്ക സെക്യൂരിറ്റീസ് ആൻഡ് കമ്മോഡിറ്റീസ് അതോറിറ്റീസിൻ്റെ നിയന്ത്രണത്തിൽ നടക്കുന്നതാണ്. ഇത്ര ക്യാപിറ്റൽ വേണമെന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ അഡിക്വസി 5 മില്യൺ ക്യാപിറ്റൽ വേണമെന്ന് അതുള്ള സ്ഥാപനമാണ്. കാരണം അത്തരം സ്ഥാപനങ്ങൾക്ക് ഇവിടുന്ന് ഓടിപ്പോകാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ഏത് സമയത്തും പോയി അന്വേഷിക്കാം, പ്രോപ്പറായിട്ടുള്ള അഡ്വൈസ് കിട്ടും. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയുന്നത് കണ്ണടച്ച് അന്ധമായി വിശ്വസിച്ച് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇതിൽ ICICI ബാങ്കിൻ്റെ പ്രശ്നമല്ല, നമ്മളുടെ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0439141163. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ആരെ? ഫിറോസ്. ആ പറയൂ ഫിറോസ്. ഫിറോസ് എന്താ എവിടുന്നാ വിളിക്കുന്ന? ഞാൻ ഷാർജ. ഓക്കെ, പറയൂ, താങ്കൾക്ക് എന്താ അറിയേണ്ടത്? ഞാൻ 12 വർഷമായി പ്രവാസിയായിട്ട്. ഒന്നും ചേർന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ചേരണ്ടേ? ചേരണം. ഇപ്പോൾ ഇവിടെ രമേശ് ജി ഇന്ന് കുറച്ച് മുമ്പ് പറഞ്ഞില്ല, അങ്ങനെ വെള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? കടം അങ്ങനെയുള്ള പ്രശ്നം? വണ്ടി കയറിയത് കേട്ടിട്ടില്ല. അല്ല, കടക്കണിയിലൊന്നും പെട്ടിട്ടില്ലല്ലോ അല്ലേ? ഇല്ല. കടമൊന്നുമില്ലല്ലോ. ഒന്നുമില്ല. അപ്പോൾ ഒരു കാര്യം തീരുമാനിക്കുക. ഇത്രയും അടിപൊളിയായിട്ട് ജീവിച്ചല്ലേ ഇത്രയും വർഷം. അതെ. ഇനി കുറച്ച് നിയന്ത്രണം നമ്മളെ ലൈഫിൽ ഉണ്ടാക്കുക. കിട്ടുന്ന വരുമാനം എത്രയാണോ അതിൽ നിന്ന് 30% എനിക്ക് ശമ്പളം കിട്ടുന്നില്ല, 30% കുറവേ കിട്ടുന്നുള്ളൂ എന്നങ്ങ് തീരുമാനിക്കുക ഇന്നു മുതൽ. അതൊക്കെ ശരിയാ. അവസരങ്ങളില്ലാത്തതല്ല ഫിറോസ ഇവിടെ പ്രശ്നം, തീരുമാനം എടുക്കാത്തതാണ്. ശരിയ അടിസ്ഥാനത്തിലുള്ളതുണ്ട്, എല്ലാ തരത്തിലുള്ളത്, ഏത് വേണമെങ്കിലും ഇന്ന് ഇന്ത്യയിൽ ലഭ്യമാണ്. അതൊന്നും ഇല്ലാത്തതല്ല പ്രശ്നം, ആ ഒരു ഉറച്ച തീരുമാനം എടുക്കാത്തതാണ്. അപ്പോൾ ഇന്നിപ്പോൾ താങ്കൾ വിളിച്ച സ്ഥിതിക്ക് എൻ്റെ മുമ്പിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? ഞങ്ങളുടെ മുമ്പിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? ഒരു 30% മാറ്റിവെക്കാമെന്ന് പറ്റും. ആ തീരുമാനമാണ് വേണ്ടത്. ഞങ്ങൾ ഓഫീസിൽ വരിക, NRE ചെക്ക്, താങ്കളുടെ പാൻ കാർഡ് ഉണ്ടെങ്കിൽ അത്, ഇല്ലെങ്കിൽ ഞങ്ങൾ എടുത്തു തരും. അതുപോലെ പാസ്പോർട്ട് ഫോട്ടോ കോപ്പി, എമിറേറ്റ്സ് ID-യുടെ ഒരു കോപ്പി. ഞാൻ സാറിന് കഴിഞ്ഞ അയച്ചിരുന്നു ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം. ഓക്കെ, അപ്പോൾ എന്തായാലും ഓഫീസിൽ വരിക, വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ചെയ്യാം കേട്ടോ. ഇനി നീട്ടി വെക്കരുത്. ഈ ഇത്രയും 1.4 മില്യൺ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് താങ്കൾ പറഞ്ഞത് ഈ മാസം മുതൽ 30% മാറ്റിവെക്കാമെന്ന്, അല്ലേ? അതൊരു തീരുമാനമാവണം. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. ഓക്കെ ഫിറോസ്. ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ് ജീവിതരേഖ. ഗുഡ് മോർണിംഗ്. ആരാ സംസാരിക്കുന്നത്? പറയൂ യൂസഫ്, എന്താ പറയാനുള്ളത്? ഉണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ യൂസഫെ, പറയൂ. അലൈക്കും അസ്സലാം. ഞാൻ കൊറേ കാലം ട്രെയിൻ ഫസ്റ്റാണ് കിട്ടുന്നത്. ഇപ്പൊ കിട്ടിയല്ലോ, പറയേണ്ടതൊക്കെ പറഞ്ഞോളൂ. സാറേ, ഞാൻ ഇപ്പൊ ഒരു 2 മാസം മുമ്പേ നാട്ടിൽ പോയിരുന്നു. ഇപ്പൊ നമ്മളെ പുലാമന്തോള് ശാഖയിൽ ഫെഡറൽ ബാങ്കിൽ ഇങ്ങനെ ചെന്നപ്പോ മാനേജർ സംസാരിച്ചപ്പോഴേ, ഈ ഇൻവെസ്റ്റിനെ പറ്റി സംസാരിച്ചപ്പോ അവിടുത്തെ സാറ് പറഞ്ഞു, ഇതിന്റെ അടുത്തൊരാളുണ്ട് ഇങ്ങനെ ബർജിലിന്റെ മലപ്പുറത്ത്. ജിയോജിത്ത്. ജിയോജിത്ത്. അങ്ങനെ അവരെ വിളിച്ചു വരുത്തി പിറ്റേ ദിവസം തന്നെ എന്നെ ബന്ധപ്പെടിപ്പിച്ചു. ഓക്കെ, ഹെഡ്സെറ്റിലാണ് ഡിസ്റ്റർബ് ഉണ്ട് സാറേ? ഇല്ലല്ല, വളരെ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. വേഗം പറയൂ, സമയം കുറവേ. വളരെ സ്ലോ ആണ്, കുറച്ചുകൂടി സ്പീഡിൽ പറയൂ. അവർക്ക് നമ്മള് കോപ്പിയിലൊക്കെ പൂരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് പൂരിപ്പിച്ചു കൊടുത്തത്? ഇൻവെസ്റ്റിന് അവര് മറ്റേ സാറ് കുറച്ചെല്ലാം പേര് SIP ആണോ? SIP എല്ലാ മാസം ചെയ്യാനാണോ? ഫോട്ടോ. അതെ, ഏതിലാണെന്ന് ഓർമ്മ ഉണ്ടോ? ഫുള്ളായിട്ട് നമ്മൾ ഇതെടുത്തിട്ടില്ല, പക്ഷെ പാൻ കാർഡിന് അപേക്ഷിക്കാൻ വേണ്ട പാൻ കാർഡ്. അതല്ല, ഫോം എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടില്ലേ? ആ ഫോം ഏതായിരുന്നു എന്ന് അറിയാമോ? ഏത് സ്കീമിലാണെന്ന്, ഏത് ഫണ്ടാണെന്ന്? മാസം തോറും അടക്കുന്നതിനാണ് യൂസഫെ SIP എന്ന് പറയാം. പക്ഷെ ഏതിലാണെന്ന് താങ്കൾ അറിഞ്ഞിരിക്കണം.
ആ ആ അവരെ വിളിക്കുക, അവരുടെ നമ്പറില്ലേ കയ്യിൽ? ആ ഉണ്ട്. ആ, അവരെ വിളിച്ച് ചോദിക്കുക ഏതിലാണ്, ഏതിൻ്റെ ഫോമാണ് ഞാൻ ഫില്ല് ചെയ്ത് തന്നിട്ടുള്ളതെന്ന് ചോദിക്കുക. ഓക്കെ. ഉറങ്ങിക്കിടക്കുമ്പോൾ വിളിച്ച് ഉണർത്തി ചോദിച്ചാലും താങ്കൾക്ക് പറയാൻ സാധിക്കണം ഞാൻ ഇതിലാണ് ചേർന്നിട്ടുള്ളതെന്ന്. മനസ്സിലായോ? കാരണം ഞാൻ സാറിന് ഇവിടെ എത്തിയതിന്റെ ശേഷം കൃത്യമായിട്ട് അന്വേഷിച്ചതിന് ശേഷം ഞാൻ അവരുമായിട്ട് പിന്നെ ഈ പാൻ കാർഡ് കിട്ടിയതിന് ശേഷം ബന്ധപ്പെടാന്ന് കരുതിയിട്ട് ജസ്റ്റ് നമുക്ക് പാസ്പോർട്ടിന്റെ കോപ്പിയും കൊടുത്തു. ഓക്കെ. ചെക്ക് ലീഫ് കൊടുത്തിട്ടില്ല. ഓക്കെ ഓക്കെ. ചെക്ക് ലീഫ് വേണമെന്ന് പറഞ്ഞവര്. ആ ഓക്കെ. അത് കൊടുത്തില്ലെങ്കിൽ താങ്കൾ അബുദാബിയിലല്ലേ? അതെ. ഞങ്ങളെ ഓഫീസിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വേണ്ട സഹായങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടും. യൂസഫ് എവിടെയാ ജോലി ചെയ്യുന്നത്? ഞാൻ അബുദാബി തന്നെയാണ്. എന്ത് ജോലിയാ? നമ്മളൊരു ഷോപ്പ് എടുത്താണ്. ഷോപ്പുമായി ബന്ധപ്പെട്ട കടലാസുകളുടെ പല പേരുകളും യൂസഫിന് കൃത്യമായിട്ട് അറിയാലോ. ഇന്ന കടലാസ് വേണം, ഇന്നത് വേണം എന്നൊക്കെ കൃത്യമായിട്ട് അറിയില്ലേ? അപ്പൊ തങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പേപ്പറുകളുടെയും പേരറിഞ്ഞിരിക്കണം താങ്കൾ. അതെ കേട്ടോ. അത് മാത്രല്ല എന്നെ ആ ഇത് പാൻ കാർഡ് ഇങ്ങോട്ട് അയക്കണ്ട, അതിൻ്റെ ക്ലിയർ ഒരു സ്കാൻഡ് കോപ്പി മാത്രം അയച്ചാൽ മതി കേട്ടോ. ഇങ്ങോട്ട് അയച്ച വഴിയിൽ നിന്ന് നഷ്ടപ്പെടുക വല്ലതും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒരിക്കലും അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇവിടെ അതിൻ്റെ ഫോട്ടോ കോപ്പിയേ ആവശ്യമുള്ളൂ. അതെ, അത് മെയിലിലേക്ക് മാറ്റുക. വാട്സാപ്പിൽ കിട്ടിക്കഴിഞ്ഞത് മെയിലിലേക്ക് മാറ്റുക. അപ്പോൾ എന്നും അവിടെ കിടക്കും. ഓക്കെ. അപ്പൊ എന്തായാലും നമ്പർ പറയാം, ലാസ്റ്റിൽ അനൗൺസ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ സലാം സ്ട്രീറ്റില് അഡ്നിക് ബിൽഡിങ്ങിലാണ്, മുനിസിപ്പാലിറ്റിയുടെ മുമ്പിലുള്ള അഡ്നിക് ബിൽഡിങ്ങിൽ 402 അബുദാബി. ഓക്കെ. ഈ ശ്രോതാക്കള് നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട്. പലർക്കും എന്നെ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. നമ്മളിവിടെ വിളിച്ചാൽ കിട്ടുന്നില്ല എന്നുള്ള പരാതി പോലെ തന്നെ ഇപ്പോൾ രമേശ് ജി ആ നമ്പർ പറഞ്ഞ നിമിഷം മുതൽ ഒരു ദിവസം എനിക്ക് വരുന്നത് 300 കോളൊക്കെയാണ്. നിങ്ങൾ ആ നമ്പറിൽ വാട്സാപ്പ് ഉണ്ട്, വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക. അതിൽ നിങ്ങളുടെ നമ്പർ ഒന്നുകൂടെ നിങ്ങൾ എഴുതുക. അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി എഴുതുക. എന്താണ് വേണ്ടതെന്ന് വിശദമായിട്ട് എഴുതുക. പാൻ കാർഡ് ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഏത് നിക്ഷേപമാണ് വേണ്ടത് എന്ന് വ്യക്തമായിട്ട് ഈ 2-3 കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് വാട്സാപ്പ് മെസ്സേജ് അയക്കുക. ടെലിഫോൺ ചെയ്ത് സംസാരിക്കണം നിർബന്ധമുള്ളവരെ എന്നെ കിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും വിളിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ എപ്പോഴും മിസ് കോള് തിരിച്ചു വിളിക്കുന്നുണ്ട്, പക്ഷെ അതിനൊരു പരിധിയുണ്ട് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. അഹല്യ ഹോസ്പിറ്റൽ ജീവിതരേഖ തുടരുന്നു. സാമ്പത്തിക ആസൂത്രണവും നിക്ഷേപ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ബർജയിൽ ജിയോജി സെക്യൂരിറ്റീസിന്റെ ഡയറക്ടർ ശ്രീ കെ വി ഷംസുദ്ദീൻ. ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0439141163. ഹലോ, ഗുഡ് മോർണിംഗ് ജീവിതരേഖ. നമസ്കാരം. ഇതാരാണ്? എന്റെ പേര് ഉണ്ണി നാഗരാജൻ. എന്താണ്? ഉണ്ണി നാഗരാജൻ. പറയൂ. ഉണ്ണി നാഗരാജൻ, ഞാൻ കേൾക്കുന്നുണ്ട്. എവിടുന്നാ വിളിക്കുന്ന? ഞാൻ വിളിക്കുന്നത് ദുബായിൽ നിന്നാണ്. എന്താണ് അറിയേണ്ടത്? പറയൂ. ഞാൻ 4 വർഷമായിട്ട് സാറിന്റെ ഉപദേശം കേട്ടിട്ടാണ് ചേർന്നിട്ടുള്ളത്. ഏതിലാ ചേർന്നിട്ടുള്ളത്? ഞാൻ എനിക്ക് കറക്റ്റ് HDFC 200 അങ്ങനെ റിലയൻസിന്റെ ഒരുപാട് ഒരു 9 ഞാൻ ചേർന്നുണ്ട്. 17,000 രൂപ അടക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? ആദ്യമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. താങ്കൾ അത് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ആ സംഖ്യ താങ്കളുടെ കയ്യിൽ ഉണ്ടാവുമായിരുന്നോ? അതുണ്ടാവില്ല. അത് ചെലവായി പോവും. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് അത്രയും സംഖ്യ കയ്യിൽ വന്നു എന്നുള്ളതാണ് ആദ്യം ഉണ്ടായിട്ടുള്ള നേട്ടം. ഇനി അതിൽ അഭിവൃദ്ധി എത്ര ഉണ്ടായിട്ടുണ്ട്? അഭിവൃദ്ധി കുഴപ്പമില്ലാത്ത ഇതിലാണ് പോകുന്നത്. ബാങ്കിൽ അങ്ങനെ എല്ലാ മാസവും ഇത്രയും സംഖ്യ ഇട്ടാൽ ബാങ്കിൽ കിട്ടുന്നതിന്റെ ഇരട്ടിയെങ്കിലും കിട്ടിയിട്ടില്ലേ? അതുണ്ട്. ഓക്കെ. അപ്പൊ അതിൽ കൂടുതൽ സന്തോഷിക്കാൻ എന്താ ഉള്ളത്? അല്ല, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എല്ലാ ഫണ്ടും വളരെ മോശം ഫണ്ട് പോലും നല്ല രീതിയിൽ നമ്മുടെ മലയാളിയുടെ ഒരു ശൈലിയാ. മോശമല്ല. ഞാൻ വിളിച്ചത് എന്തെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പൊ NRE അക്കൗണ്ടിൽ നിന്നല്ല, ഞാൻ അവിടെ ട്രേഡിംഗ് അക്കൗണ്ട് പറഞ്ഞിട്ടാണ് തുടങ്ങിയിട്ടുള്ളത് ബാങ്കില്, ആക്സിസ് ബാങ്കില്. അതിനാണ് ഇത് എല്ലാ മാസവും ഡെബിറ്റ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. അത് NRE അക്കൗണ്ട് തന്നെയാണ് ഡെബിറ്റ് ആയി പോകുന്നത്. NRE അക്കൗണ്ട് എന്നായിരിക്കും താങ്കൾ തുടങ്ങിയിട്ടുണ്ടാവുക? അല്ല, NRE അല്ല സാറേ, ഞാൻ അവിടെ ട്രേഡിംഗ് അക്കൗണ്ട് പറഞ്ഞിട്ട്. ട്രേഡിംഗ് അക്കൗണ്ട് വേറെ ആവശ്യത്തിനാണ് തുടങ്ങിയിട്ടുള്ളത്. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞത് ഓഹരി വാങ്ങിക്കാനും വിൽക്കാനും വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടാവും. അതിന് 2 കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് NRE അക്കൗണ്ട്, PIS അക്കൗണ്ട്. മ്യൂച്വൽ ഫണ്ടിന്റെ പണം പോകുന്നത് PIS അക്കൗണ്ടിൽ നിന്നല്ല, NRE അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് പോവുക.
എനിക്ക് ബാങ്ക് NRI ആക്സിസ് ബാങ്കിൽ ആ ഒറ്റ അക്കൗണ്ടുള്ളൂ, അതിനാണ് പോകുന്നത്. അത് NRI അക്കൗണ്ടാണത്. NRI ആവൂല, എനിക്ക് അതിനെക്കുറിച്ച് അപ്പൊ NRI നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ഒന്നും കിട്ടിയിട്ടില്ലേ ബാങ്കിന്റെ? എനിക്ക് സ്റ്റേറ്റ്മെന്റ് എല്ലാം വരുന്നുണ്ട്. അതൊന്നും വായിച്ചു നോക്കിയിട്ടില്ലേ? വായിച്ചു നോക്കിയിട്ടില്ലേ? നോക്കാൻ സമയം കിട്ടാറില്ല. ഏത് ഒരു കടലാസിൽ NRI ആണോ എന്താണെന്ന് നോക്കാൻ സമയം കിട്ടുന്നില്ല? അത് അങ്ങനെ ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പൊ നാളിപ്പോ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് സാറിന് കിട്ടിയത് NRI അക്കൗണ്ട്. നിങ്ങൾക്ക് ചെക്ക് ലീഫ് ഉണ്ടാവില്ലേ കയ്യില്? ചെക്ക് ലീഫില്ലേ? അതില് NRI അല്ല, ചെക്ക് ലീഫിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അല്ലേ, ഞാൻ പോയി നോക്കണം. അത് പോയി നോക്കിയിട്ട് തന്നെ വിളിക്കണം. ഓക്കെ സാർ, ശരി. ഇതിനെപ്പറ്റിയൊക്കെ വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് ഉണ്ടാവണം. ഇതൊക്കെ മറ്റുള്ളവർ കേൾക്കുമ്പോൾ താങ്കളെ വളരെ പുച്ഛത്തോടു കൂടിയാണ് കാണുക. നമ്മൾ ഇത്രയും അശ്രദ്ധ കാണിക്കുന്നവരാണെന്ന് മറ്റുള്ളവർക്ക് തോന്നില്ലേ? ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് തുടങ്ങിയതാണോ? ഞങ്ങളുടെ ദുബായ് ഓഫീസിൽ നിന്ന് തുടങ്ങിയതാണോ? എവിടുന്നാ തുടങ്ങിയത്? നാട്ടിൽ നിന്ന് തുടങ്ങിയതാണെങ്കിൽ റെസിഡന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുക. അത് ചെയ്യാൻ പാടില്ല. അത് ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല. നിങ്ങൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഇവിടെ ഉണ്ടാക്കുന്ന പണം NRI ആയിട്ട് തന്നെ ചെയ്യേണ്ടതായിരുന്നു. വലിയൊരു അബദ്ധമാണ് ചെയ്തത്. ഇനിയിപ്പോ ഇൻകം ടാക്സ് നോട്ടീസ് വരും, അതിന് ആൻസർ കൊടുക്കേണ്ടി വരും. അതെ, സമ്മതിച്ചു. ആ അക്കൗണ്ടിലേക്കല്ലേ ചെക്ക് അയക്കുന്നത്. ഈ ഇൻകം ടാക്സ് ഓഫീസിലെ കമ്പ്യൂട്ടറിന് അത് അറിയില്ല. കമ്പ്യൂട്ടർ ജനറേറ്റ് ചെയ്യുന്ന നോട്ടീസാണ് വരിക. അത് വരും, വന്നാലേ ആൻസർ കൊടുക്കേണ്ടി വരും കേട്ടോ. ഇനി പുതിയത് തുടങ്ങുമ്പോ താങ്കൾക്ക് NRI അക്കൗണ്ട് ഇല്ലേ? ഇവിടെ വന്നതിന് ശേഷം തുടങ്ങിയിട്ടില്ലേ? SBT ഉണ്ടെങ്കിൽ ഞങ്ങൾ ഓഫീസിൽ ചെല്ലുക. ഇനി തുടങ്ങുന്നത് മുഴുവൻ അതായിരിക്കുക. എന്നിട്ട് ഇപ്പൊ വേണമെങ്കിൽ താങ്കൾക്ക് ചെയ്യാവുന്നത് തൽക്കാലം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിർത്താം. എന്നിട്ട് അടുത്ത മാസം മുതൽ ചെയ്യുന്നത് NRI ചെയ്യുക, NRIയിലേക്ക് പൈസ അയക്കുക. അങ്ങനെ ഒരു സൗകര്യം നമുക്കുണ്ടാകുമ്പോൾ അതല്ലേ നമ്മൾ ഉപയോഗപ്രദം. എന്തിനാ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന? ഹലോ, ഗുഡ് മോർണിംഗ് ജീവിതരേഖ. റേഡിയോ വോളിയം കട്ട് ചെയ്യൂ പ്ലീസ്. ഷിബു പറയൂ. സാർ, ഞാൻ 2013 ഒരു HDFCന്റെ ടോപ്പ് 200 തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതില് SIP ആയിട്ടാണോ വൺ ടൈം ആയിട്ടാണോ? SIP ആയിട്ട്. ഓക്കെ, അതിന്റെ ഫസ്റ്റ് വന്ന പേപ്പർ എന്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. എവിടുന്നാ ചേർന്നത്? സാറിന്റെ ഷാർജ. താങ്കളുടെ പാൻ കാർഡ് ഒക്കെ കയ്യിലില്ലേ? പാൻ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ കയ്യിലില്ലേ? എല്ലാം ഉണ്ട്. ഞങ്ങൾ ഓഫീസിൽ പോവുക, പാൻ കാർഡിന്റെ ഡീറ്റെയിൽസ് വെച്ച് ചോദിക്കുക, അവിടുന്ന് ലേറ്റസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എടുത്തു തരും. ഓക്കെ സാർ, ഞാൻ ഇപ്പൊ ഖത്തറിലാണ് ഉള്ളത്. ഖത്തറിലാണെങ്കിലും താങ്കൾ എനിക്ക് ഒരു ഇമെയിൽ അയക്കുക, kvishams@gmail.com. അതിൽ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഞാനത് എടുത്ത് താങ്കൾക്ക് അയച്ചു തരാം. ഓക്കെ സാർ, ഇന്ന് തന്നെ അയച്ചോളൂ കേട്ടോ. ഓക്കെ ശരി. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജീവിതരേഖ. ആരാണ് സംസാരിക്കുന്നത്? മുഹമ്മദ്, അബുദാബി. ഓക്കെ, മുഹമ്മദ്, എത്ര വർഷമായി ഇവിടെ? ഞാനിവിടെ 10 വർഷമായി. 10 വർഷമായി. എന്താ സമ്പാദ്യമൊക്കെ ആയോ? സമ്പാദ്യം ഒന്നും ആയിട്ടില്ല. പക്ഷെ ഞാൻ എന്റെ ഒരു സുഹൃത്തിന് ഒരു കാര്യം ചെയ്താണ് വിളിച്ചത്. എന്താണ് ചോദിച്ചോളൂ. ആൾ ഇവിടുന്ന് ഒരു പേഴ്സണൽ ലോൺ എടുത്തിരുന്നു ബാങ്കിൽ. ഓക്കെ, ഒരു 6 months ആയി. ഇപ്പൊ ആള് ടെർമിനേഷൻ ആയി നാട്ടിലേക്ക് പോയി. ഓക്കെ, അപ്പൊ അതിന്റെ എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് പുള്ളി എന്നെ. അതിന് ആരെങ്കിലും ഗ്യാരണ്ടി നിന്നിരുന്നോ? ഇല്ല, ആരും നിന്നിട്ടില്ല. നാട്ടിലേക്ക് തിരിച്ചു വരില്ലേ ഇനി? ഇപ്പൊ ഇവിടെ വിസക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് കിട്ടിയില്ല. അത് റിജക്ട് ആയി. ഇപ്പൊ ഇങ്ങനെ ഒരു പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. അതെ, വന്നു കഴിഞ്ഞാൽ തിരിച്ചടക്കേണ്ടി വരും. അഥവാ തിരിച്ചടക്കാതിരുന്നാൽ നാട്ടില് ഡെറ്റ് കളക്ടേഴ്സ് വന്ന് ശല്യം ചെയ്തു കൊടുക്കും. നാട്ടിലെ ബ്രാഞ്ചിന്റെ ആവശ്യമില്ല. നാട്ടിലെ ഡെറ്റ് കളക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമുണ്ട്. അവരെ ഏൽപ്പിക്കും. ഇന്ന ആള് ഇത്രയും പൈസ തരാനുണ്ട് എന്ന് പറയും. ആ ആളുകൾ നമ്മുടെ വീട്ടിൽ വന്ന്
ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുക. വളരെ ഗുണ്ടകളാണ് അധികം, ഗുണ്ടായിസാണ് പറയാ വീട്ടിൽ വന്നിട്ട്. എന്താണ് അത് ലീഗലാണോ അവിടെ? അവിടെ ഇപ്പം 4500 ദർഹം ബാലൻസ് വന്ന ആൾക്ക് പോലും വീട്ടിൽ വന്ന് ശല്യം ചെയ്ത കാര്യം കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അതിലൊക്കെ വളരെ കൂടുതലായിരിക്കും. അത് കൂടുതലാണ്. അപ്പോൾ അത് ഇവിടെ നിന്ന് സെറ്റിൽ ചെയ്യാൻ വേറെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പൈസ കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റും? അതെല്ലാം ചെയ്യാൻ ഇവർ ബാങ്കിന് പൈസയേ വേണ്ടൂ. പക്ഷേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ക്ലിയറൻസ് ലെറ്റർ വാങ്ങിച്ചിരിക്കണം. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്ന ഒരു സംഭവം, ഇപ്പം ഈ 4500 ശല്യം ചെയ്തു എന്ന് പറഞ്ഞ ആള് കംപ്ലീറ്റ് അടച്ചതായിരുന്നു, പക്ഷേ ക്ലിയർ ചെയ്തില്ല, ക്ലോസ് ചെയ്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അദ്ദേഹത്തിന് പൈസ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചെയ്യാം. ഓക്കെ ശരി. ഓക്കെ, പ്രിയ ശ്രോതാക്കളെ, ജീവിതരക്ഷയുടെ സമയം ഇവിടെ തീരുകയാണ്. നിങ്ങൾക്ക് സാമ്പത്തിക ആസൂത്രണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ശ്രീ കെ വി ഷംസുദ്ദീനെ ബന്ധപ്പെടാം. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ചാൽ കിട്ടുന്നില്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക. 05064678001 എന്ന നമ്പറാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. 05064678001 അല്ലെങ്കിൽ 05014555598 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. kvshams@gmail.com എന്ന മെയിൽ വിലാസത്തിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതിനു പുറമെ ഇവിടെ അടുത്ത വെള്ളിയാഴ്ച എൻ്റെ ഒരു ക്ലാസ്സുണ്ട്. പേൾ റെസിഡൻസ് ബർദുബയിലാണ്. അത് പ്രോഗ്രാം തുടങ്ങുന്നത് 4 മണി മുതലാണ്. അതിന് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഡീറ്റെയിൽസ് തരാം. അത് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്താലേ അല്ല അറ്റൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഫേസ്ബുക്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫേസ്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് കഴിയുന്നതും അതിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക.